സൂര്യൻ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ഇതാ മക്കളെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല, സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നത്. രാവിലെ ഇതാ എന്താ ചായക്ക് കടി ഉണ്ടാക്കണേ വിചാരിച്ച് ആലോചിച്ച് നിന്നിട്ടോ കുറച്ച് നേരം. വേറെ ഒന്നുമില്ല, ഇന്നലെ അരി വെള്ളത്തിലിട്ടില്ല, ദോശമല്ല, പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുകയാണല്ലോ വിചാരിച്ചപ്പോൾ ചപ്പാത്തീൻ്റെ ചട്ടി നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ചപ്പാത്തീൻ്റെ ചട്ടി പൊട്ടിയിട്ടുണ്ട്, മൺചട്ടി. അതിൽ പിന്നെ ഇതാ ഞാൻ പച്ചരിനോട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തേങ്ങാച്ചോറൊക്കെ വെക്കുമല്ലോ അങ്ങനെ കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഉലുവയാണെങ്കിൽ ഒരു കുടിയോളം ഉലുവ കിട്ടി. കുടി പറഞ്ഞാൽ ഒരു നുള്ളു ഉലുവ, പേരിന് ഒരു ഉലുവയും കിട്ടിയിട്ടുണ്ട്. ഇന്ന് അത് മതി എഴുതിയാണ്ട് ഞാൻ ആ ഉലുവ ഇട്ടാണ്ട് നാളികേരം അരച്ച് ചെറിയ ഉള്ളിയും ചേർത്താണ്ട് ഒരു നുള്ളു ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്താണ്ട് പിന്നെ അതിക്കൊരു ചമ്മന്തി അരക്കണമല്ലോ. ചമ്മന്തിക്കും വേണ്ടിയിട്ട് ഇതാ ഞാനൊരു വല്യുള്ളീൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചീനപ്പറങ്കി മുളക് ഉണ്ടല്ലോ, ചീരപ്പറങ്കി മുളക്, ചെറിയ മുളക് നമ്മൾ തൊടിയിൽ നിന്ന് പറിച്ചത് തന്നെ കേട്ടോ. അതും കുറച്ചെടുത്ത് പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ. ഇതിക്ക് ഞാൻ പുളിയൊന്നും ചേർത്ത് കൊടുക്കണില്ല, ഉപ്പും ഉള്ളിയും പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. മിക്സീൻ്റെ ജാറിലിട്ട് അരക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു കുറച്ചുള്ളതൊന്നും അരഞ്ഞ് കിട്ടൂല. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മിയും അരച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ചമ്മന്തിയൊക്കെ അരക്കുകയാണെങ്കിൽ കുറേ ഉണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ട് ഇങ്ങോട്ട് കറക്കും. ഇത് കുറേ ഇല്ലാത്തതുകൊണ്ട് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ വേഗം അമ്മിയമ്മക്ക് വന്നു. അമ്മിയമ്മലാവുമ്പോൾ ശരിക്കും നല്ലോണം ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടും. പിന്നെ ഇതൊക്കെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയല്ലോ. ഇളക്കച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ വേണം. ആ ഒരു ചമ്മന്തി ആയിട്ട് സ്പെഷ്യലായിട്ട് അരക്കണത്. നാളികേരം കൊണ്ട് ചമ്മന്തി അരച്ചാലോ എന്ന് കരുതിയപ്പോൾ എനിക്ക് തോന്നി പച്ചമുളക് കണ്ടപ്പോൾ ഇതിനോട് അരക്കാമെന്ന് കരുതിയിട്ടോ. പിന്നെ പപ്പടം ഉണ്ട്, അച്ചാറില്ല, അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ. സൂര്യമോളാണെങ്കിൽ ഞാൻ വരും അമ്മ എന്താ ചെയ്യണം, അമ്മ എന്താ ചെയ്യണം, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കാണ്ട്. അപ്പം ഞാൻ പറയാം ഇങ്ങോട്ട് വരല് സൂര്യമോളെ, ഇങ്ങോട്ട് വന്നാൽ എൻ്റെ കണ്ണൊക്കെ എരിയും. മുളക് അരക്കുമ്പോൾ ഒരു തീ പറഞ്ഞൊരു പൊട്ടാണ്ട് കേട്ടോ. മുളക് ഇങ്ങോട്ട് അരച്ച് വരുമ്പോൾ അപ്പോൾ ഒരു പേടിയാണ്, കണ്ണൊക്കെ തെറിക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഞാൻ സൂര്യമോളെ അടുപ്പിക്കണേ അല്ല. അപ്പം അതിൽ ചേച്ചി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഏതായാലും ഇത് അരച്ചെടുക്കട്ടെ. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലിട്ടോ മക്കളെ. ചമ്മന്തി അരക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ അകത്തേക്ക് ചെന്നിട്ട് അടുക്കളയ്ക്ക് ചെന്ന് നമ്മളെ ചോറ് എന്തായി നോക്കണമല്ലോ. അപ്പോൾ ചോറൊക്കെ ഇതാ ഉഷാറായിട്ട് ഇവിടെ വേവാനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചമ്മന്തിക്ക് കുറച്ചും കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഉപ്പൊന്നും നോക്കാനില്ല, ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവാകുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഉപ്പൊക്കെ പാകമായിട്ട് വന്നോളല്ലോ. അമ്മിയിൽ അരച്ചതുകൊണ്ടാട്ടോ ഇത് ഇങ്ങനെ ഇത്രയും ആയിട്ട് അരഞ്ഞ് കിട്ടിയത്. ഞാൻ മിക്സിയിൽ ജാറിൽ അരക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും നന്നാവില്ല. അങ്ങനെ മക്കളെ ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. വിഷ്ണു ആണെങ്കിൽ ചായ അടിച്ചു. പിന്നെ അവന് പോകാൻ നേരമായപ്പോൾ സ്കൂൾക്കും പോയി. സൂര്യമോൾ അത് അംഗൻവാടിക്ക് പറഞ്ഞേക്കാണ്. സൂര്യമോൾ ഇപ്പം അംഗൻവാടിക്ക് പോയിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസമായിട്ടോ പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഓളെ പറഞ്ഞയക്കലില്ലേന്നു. അങ്ങനെ ഓളെ അസുഖങ്ങളൊക്കെ മാറിയതിന് ശേഷം പിന്നെ ഓള് ഈ തിങ്കളാഴ്ച മുതൽ അംഗൻവാടിക്ക് പോക്ക് തുടങ്ങിയിട്ടോ. ചെറിയൊരു മടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടിയപ്പോൾ മടിയൊക്കെ മാറി ആളും ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അംഗൻവാടിയിൽ നിന്ന് വന്നാണ്ട് ഇതാ ഞാൻ ഒരുപാട് തുണികൾ മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മടക്കി വെച്ചു. പിന്നെ രാവിലെ കുളിയും തിരുമ്പലും കഴിയുകൊണ്ട് അതിനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. തോരയിടാനുള്ളതൊക്കെ തോരട്ടതിന് ശേഷം ഞാനിപ്പോൾ ഇനി ഇങ്ങനെ ഓടുമ്പൊക്കെ ഇങ്ങനെ നോക്കി പെരമ്പൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ചെറിയ മാറാലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടട്ടെ എഴുതി അതിനെ നിന്നൊക്കെയാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് വൃശ്ചിക മാസം ആകുമ്പോൾ അങ്ങനെയല്ലേ, എത്ര വൃത്തിയാക്കിയാലും ഇങ്ങോട്ട് ആയി കിട്ടൂല. ഇപ്പം നേരെ തട്ടിക്കൊട്ടി നന്നാക്കിയതാണ് കേട്ടോ. ഓടിട്ട പെരയും കൂടി ആകുമ്പോൾ ഏറെ ഉണ്ട്. പിന്നെ കറണ്ടിൻ്റെ വെളിച്ചം കൂടെ ആകുമ്പോൾ മാറാൽ വന്ന് കൂടാൻ. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ എഴുതിയാണ്ട് ഞാൻ അതിന് നിന്നതായിരുന്നു.
ഓടൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ വീടിൻ്റെ ഓടായിരുന്നു കേട്ടോ. അടുക്കളക്കൊക്കെ അങ്ങനെ തന്നെ പഴയ വീടിൻ്റെ ഓട്. പിന്നെ കുറച്ചൊക്കെ വാങ്ങിയിട്ടുള്ളൂ പുതിയ ഓടുകളൊക്കെ. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഒരു 2 വർഷം മുന്നേറ്റ് ഈ ഒരു വീട് കയറിയത്. പിന്നെ പറഞ്ഞാൽ ചോരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ തട്ടിക്കൊട്ടുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുമ്പോൾ പടച്ചോനെ ഓടളകാതെ നിൽക്കട്ടെ എന്ന്. ഓടളകിയാൽ ചോരുകയാണെങ്കിൽ വല്ല കുപ്പിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതേപോലെ അടച്ചത്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ പാള ഉണ്ടല്ലോ, കവുങ്ങിൻ്റെ പാള, കുപ്പി നടുക്ക് മുറിച്ചാണ്ടൊക്കെയാണ് ഓടിൻ്റെ ഇടയിൽ കൂടെ വെച്ച് കൊടുക്കുക, ചോരാതെ നിൽക്കാനും വേണ്ടിയിട്ടോ. അങ്ങനെ പെരൻ്റെ ഉള്ളിലൊക്കെ അടിച്ചൊരു തട്ടിക്കൊട്ടി കഴിഞ്ഞാണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് തട്ടിക്കൊട്ടാനും വേണ്ടിയിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച അല്ല, അതിൻ്റെ മുന്നത്തെ ഞായറാഴ്ച ഞാൻ വീഡിയോ കാണിച്ചതെന്നല്ലോ നമ്മളെ വീട്ടിൽ അടുക്കള പണി എടുക്കുന്ന കാര്യങ്ങളൊക്കെ, ഗ്രില്ല് ഇടുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് വീഡിയോ കാണിക്കാണ്ടായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ശരിക്കും ഒന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഇന്ന് ഞാൻ വന്നത്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ചത്തെ അല്ല, അതിൻ്റെ മുന്നത്തെ ഞായറാഴ്ചത്തെ വീഡിയോ ഒക്കെ ആയിട്ട് രണ്ടും പാടെ ഒന്നിച്ച് തന്നെ കാണിക്കാമെന്നും കരുതിയിട്ടോ. അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത് നെയ്ച്ചോറും കോഴിയാട്ടോ. അന്ന് ഞങ്ങൾ ചോറേറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ വൈകുന്നേരത്ത് ചോറും കറിയും വെക്കാനുള്ള പരിപാടിയൊന്നുമില്ലല്ലോ. ചിക്കൻ കറിയും ഉണ്ട്, ചോറും ഉണ്ട്. പിന്നെ പറഞ്ഞാൽ അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളേന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. ചൂല് കെട്ടഴിഞ്ഞേന്നു. ചൂല് ഈർക്കിളി ഇങ്ങനെ കുട്ടികൾ ചിലപ്പോൾ കളിക്കാനെടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് തന്നെ ഊരിപ്പോരും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചൂലൊന്നും കൂടെ രണ്ടാമത് കെട്ടിയാണ്ടാണ് പിന്നെ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ വല്ലാണ്ട് ചമ്മലൊന്നും ഉണ്ടാവില്ല. പിന്നെ പെരൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ചു വരി നീക്കി മുറ്റത്തേക്ക് ഇടുന്ന ചമ്മലം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും അടിച്ചു വരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ ഉണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെ അടിച്ചു വരാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം കുട്ടികൾ ഇങ്ങനെ മുറ്റത്ത് പരത്തി ഇടുകൊണ്ടേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ചേച്ചി വിറകിന് പോകാൻ നിൽക്കാൻ കേട്ടോ. ചേച്ചി വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ വെറുതെ ഇരിക്കാൻ വയ്യ പറഞ്ഞാണ്ട് വിറകിന് പോകും കേട്ടോ. പുല്ലരിയാനും വിറകിനും പറഞ്ഞ് അങ്ങനെ പോകും. പിന്നെ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുമല്ലേന്നും അറിയില്ല, മഴയും വരുന്നുണ്ട്. പിന്നെ അതാ വിഷ്ണു വൈകുന്നേരം ആയപ്പോൾ കളിയൊക്കെ കഴിഞ്ഞാണ്ട് വരികയാണ് കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വന്നാണ്ട് വേഗം വെള്ളം കുടിക്കാൻ നിൽക്കും. പിന്നെയാണ് ഓൻ വീഡിയോ എടുക്കുന്നത് കണ്ടത്. പിന്നെ നമ്മളെ വീടിൻ്റെ പണി എന്തായി നോക്കാം. വൈകുന്നേരത്ത് അന്ന് രാത്രി 7 മണി 7:30 വരെ പണിയെടുത്തേന്നു കേട്ടോ. അന്ന് വാതിൽ വെക്കണേ ഉള്ളൂ. ആ ഗ്രില്ലിൻ്റെ ഇവിടെ ഈ ഒരു സൈഡത്തെ ഗ്രില്ലിൻ്റെ പണി തീർത്ത് വെച്ചിട്ടുണ്ട്. അന്ന് ഇവിടെ വെച്ചിട്ടില്ല. ഈ ഒരു ഞായറാഴ്ച, അതായത് ഇന്നലെ അതിൻ്റെ പണി തീർത്തു. അങ്ങനെ എല്ലാ ഒരുവിധ പണികളൊക്കെ തീർന്നു കേട്ടോ. ഇനി ബാക്കി പണികളൊക്കെ നോക്കിയാൽ മതി. അങ്ങനെ വാതിൽ ഇതാ ആ കുളത്തുണ്ടല്ലോ, വാതിലിന് കുളത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വാതിലിന് പിടിച്ചു കൊടുക്കുകയാണ്, വിഷ്ണുവിൻ്റെ അച്ഛൻ പിടിച്ചു കൊടുക്കുകയാണ്. വാതിലിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം സന്തോഷം തോന്നിട്ടോ. കാരണം നമ്മളതിൽ പൈസ എപ്പോഴും ഉണ്ടായിക്കോണമെന്നും ഉണ്ടാവില്ല. ഉള്ളതിന് അനുസരിച്ച് നമ്മൾ ഓരോ പണി തീർക്കുമ്പോൾ ഉണ്ടാവുന്ന സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. ഈ ഒരു വാതിലിൻ്റെ പണി തന്നെ ഞങ്ങൾ എന്ന് പണ്ടുണ്ട് തീർക്കണം പറയണത്. ഇപ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഉള്ളതുകൊണ്ട് വാതിലിൻ്റെ പണിയൊക്കെ എളുപ്പത്തിൽ തീർത്തിട്ട്, അതേപോലെ നമ്മളെ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീട് പണി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടുകാരെ കാണിക്കും. പിന്നെ അവന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതേന്നു കേട്ടോ ഞാനിങ്ങോട്ട്. അപ്പോൾ ഓൻ പറഞ്ഞു ചായ ഞാൻ കുടിക്കലില്ല, എനിക്ക് വേണ്ടായിരുന്നു. കടിയും കൊണ്ട് കൊടുത്തേന്നു കേട്ടോ. വെള്ളം ഉണ്ടല്ലോ, വെള്ളം മതി എന്ന് പറഞ്ഞിട്ടോ. പിന്നെ എന്താ ചായക്കടി പിന്നെ അവിടെ വെച്ചു, ഓൻ പോവുകയോളം അവിടെ വെച്ചതിന് ശേഷം പിന്നെ അത് ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് തിന്നു കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കൊരാഗ്രഹം പറഞ്ഞാൽ റൂമാണ് കേട്ടോ. ആ റൂമും ഇതേപോലെ പടച്ചോൻ്റെ അനുഗ്രഹം കൂട്ടുകാരെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാം നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. കാരണം കൂട്ടുകാർക്ക് അറിയാലോ എന്തായത് നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാതും അറിയാം. അപ്പോൾ ഇതാ ഞങ്ങൾ 4 ആളും സന്തോഷത്തോടെ സമാധാനത്തോടെ നോക്കിയിരിക്കുക കേട്ടോ. വാതിലിൻ്റെ ഓരോ പണികളും തീരുന്നതൊക്കെ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. അടുക്കളക്ക് വാതിൽ വെച്ചപ്പോൾ തന്നെ ഒരു സമാധാനം കേട്ടോ. ആ ഗ്രില്ല് അത് ഇനി അവിടെ കൊണ്ടുപോയി പെയിൻ്റ് അടിക്കും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇനി പെയിൻ്റ് അടിക്കാണ്ട് വാതിൽ പെയിൻ്റ് അടിച്ചൊരു ഭാഗം പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ, ഇനി ഒരു ഭാഗം കൂടെ പെയിൻ്റ് അടിക്കാണ്ട്. ഇത് ആ ഒരു സമയത്ത് ഞാൻ വിഷ്ണുവിനോട് ഞാൻ വീഡിയോ എടുക്കട്ടെ വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ അവൻ പറഞ്ഞ് എന്താ അമ്മ അവിടെ നിന്നൊക്കെ ഫോണിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പാട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ എടുക്കണ്ട പറഞ്ഞാൽ അന്നായിക്കോട്ടെ പറഞ്ഞാൽ അത് അന്ന് അങ്ങനെ നിർത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ ഇതാണ് വീഡിയോ വിശേഷങ്ങളൊക്കെ. കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല.
ഇനി കൂട്ടുകാരെ പ്രാർത്ഥന നമുക്ക് വേണം. കാരണം ഇനി നമുക്ക് ആഗ്രഹം ഒരു റൂമാണ്. അതെങ്ങനെയെങ്കിലുമൊക്കെ നടത്തി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ. അപ്പം ഞാൻ അതിന്മേൽ ഒരു ഇല എടുത്താണ്ട് കയ്യുമ്മ വെച്ചാണ്ട് ഇങ്ങനെ കൈ മലർത്തി വെക്കുക. എന്നിട്ട് ചാടുണ്ടോ എന്ന് നോക്കിയതായിരുന്നു കേട്ടോ. അപ്പം അത് അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അങ്ങനെ വൈകുന്നേരമായി. ഇന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു. ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.